കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്തത് തിരുവനന്തപുരത്ത് നെടുമങ്ങാട് സ്വദേശിയുടെ ആത്മഹത്യ തന്നെയാണ്. കോളേജിലെ പീഡനം, അതും ജാതി പറഞ്ഞുള്ള വിഷമം, അതായിരുന്നു ശരിക്കും പറഞ്ഞാൽ നിതിൻ രാജ് എന്ന ചെറുപ്പക്കാരന് സംഭവിച്ച യാതനയുടെ യഥാർത്ഥ വശം. എങ്ങനെയാണ് ഈ ഒരു കാര്യത്തെപ്പറ്റി സംസാരിക്കേണ്ടതെന്ന് ഇന്നും അറിയാതെയാണ് മലയാളികൾ കഴിഞ്ഞു പോകുന്നത്. ഇന്നത്തെ തലമുറകൾക്കിടയിൽ ജാതിയും മതവും ഒന്നും ഇല്ല എന്ന് പറയും തോറും ഇത്തരത്തിൽ ഓരോ വിഷമങ്ങൾ കടന്നു പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് ഓരോരുത്തരെയും ഞെട്ടിക്കുന്ന വാർത്തയായി മാറുകയും ചെയ്യുന്നു. ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യുന്നൊരു വിഷയമായി ഇത് മാറുന്നതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്താണ് ഇന്നത്തെ തലമുറയ്ക്ക് സംഭവിച്ചത് എന്നതുൾപ്പെടെയാണ് പലരും ഈ ഒരു വാർത്തയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് എന്നുകൂടി പറയണം. കണ്ണൂർ മരിച്ച ഡെൻ്റൽ കോളേജിലെ വിദ്യാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ട് നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നത്. അതിലൊരു വിദ്യാർത്ഥി പറയുന്നത്, ഇതിനു മുൻപും ഈ പ്രൊഫസർ ഇത്തരത്തിൽ സംസാരിച്ചിട്ടുണ്ട് എന്നാണ്. ഞാൻ നിന്നെ കൊല്ലുമെന്നോ അല്ലെങ്കിൽ നിന്നെ ഇല്ലാതാക്കുമെന്നോ അടിക്കുമെന്നോ ഒന്നുമല്ല, നിനക്കിത് പറ്റില്ലെങ്കിൽ നീ പോയി ചാക്, ഇങ്ങനെയാണ് പറയുന്നത്. യു ഗോ ആൻഡ് ഡൈ മാൻ എന്നാണ് പൊതുവെ ആ പ്രൊഫസർ എല്ലാവരോടും സംസാരിക്കാറുള്ളത്. നമുക്ക് പ്രയാസപ്പെട്ട എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ, നമുക്ക് പഠിക്കാൻ കഴിയില്ലെങ്കിൽ, നമ്മൾ ആ പേപ്പറിൽ വീക്കാണെങ്കിൽ അദ്ദേഹം വഴക്ക് പറയുന്നത് ഇത്തരം രീതിയിലാണ്. കൊന്നുകളയുമെന്നോ അല്ലെങ്കിൽ അത്തരത്തെ ഭീഷണിയൊന്നുമല്ല. നിങ്ങൾ പോയി മരിക്ക്, നിങ്ങൾക്കിതിനുള്ള കഴിവില്ല, അതിനേക്കാളും ആരും നിങ്ങൾ മരിക്കുന്നത് തന്നെയാണ്. എന്തിനാണ് മറ്റുള്ളവരുടെ സീറ്റ് ഇങ്ങനെ നശിപ്പിച്ച് കളയുന്നത്? മറ്റുള്ളവർക്കും കൂടി പഠിക്കേണ്ട അവസരമാണ് നിങ്ങളിങ്ങനെ കളയുന്നത്. ഇതൊന്നും നിങ്ങളുടെ തലയിൽ കയറില്ല. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യം മാത്രം ചെയ്താൽ പോരെ. നിതിൻ രാജിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയനായ കണ്ണൂർ അഞ്ചരക്കണ്ടി ഗവൺമെൻറ് ഡെൻ്റൽ കോളേജ് ഡിപ്പാർട്ട്മെൻറ്റ് മേധാവി ഡോക്ടർ MK റാമിനെതിരെ കൂടുതൽ വിദ്യാർത്ഥികൾ രംഗത്തെത്തുന്നുണ്ട്. ഡോക്ടർ റാം മുൻപും വിദ്യാർത്ഥികളെ അധിക്ഷേപിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടെന്നാണ് ആക്ഷേപം. നിതിൻ്റെ സഹപാഠികളാണ് വെളിപ്പെടുത്തലുമായി പുറത്തോട്ട് വരുന്നത്. കഴിഞ്ഞ ദിവസം നിതിൻ്റെ സഹോദരിമാർ അലറിക്കരിഞ്ഞതും ഇങ്ങനെ തന്നെയാണ്. എല്ലാം നീ എന്നോട് പറഞ്ഞിരുന്നു, ഇത് മാത്രം നീ ഞങ്ങളോട് പറഞ്ഞില്ല. എന്തു പറ്റി? നിനക്ക് ഞങ്ങളോട് പറയാമായിരുന്നില്ലേ? ഞങ്ങൾ ചോദിക്കുമായിരുന്നല്ലോ. എന്ത് വിഷമമുണ്ടെങ്കിലും നീ ഞങ്ങളോട് പറയുന്നതല്ലേ? ഇത് മാത്രം എന്താണടാ നീ ഞങ്ങളോട് പറയാത്തതെന്നുള്ള ചേച്ചിയുടെ അലറിക്കരച്ചിൽ കണ്ട് സഹിക്കാനാകാതെയാണ് അവിടെയുള്ളവർ കഴിഞ്ഞത്. അവൻ്റെ മരണവാർത്ത അറിഞ്ഞ് ആ കോളേജിൽ നിന്ന് ഒരാൾ പോലും വരാത്തത് എല്ലാവർക്കും വിഷമമായി. എന്നാൽ കുട്ടികളെല്ലാവരും അറിഞ്ഞത് വളരെ വൈകിയായിരുന്നു. അവൻ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ച് വിദ്യാർത്ഥികൾ മെസ്സേജ് അയക്കുകയും പരസ്പരം അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നുവെങ്കിലും അവനെക്കുറിച്ച് ചോദിച്ച് നിമിഷങ്ങൾക്കുള്ളില്ലെങ്കിൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെയാണ് ഇത്തരമൊരു വിഷമവാർത്ത വന്നത് എന്ന് തന്നെ കൃത്യമായി പറയുകയും ചെയ്യുന്നുണ്ട്.